ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുമിത്രയും രഞ്ജിതയും തമ്മിൽ കൊമ്പ് കോർത്തു. സുമിത്രയുടെ ആ ഒരു ധൈര്യത്തിന് മുന്നിൽ രഞ്ജിത ഒന്ന് ചൂളിയെന്നുള്ളത് സത്യം തന്നെയാണ്. സുമിത്രയെ വളരെ മോശക്കാരിയാക്കി സംസാരിക്കുന്ന സമയത്ത് ചെവിക്കല്ലടിച്ചങ്ങ് തകർക്കുമെന്ന് ഒരിക്കലും രഞ്ജിത വിചാരിച്ചിരുന്നില്ല. എന്തായാലും ഇനി നിന്റെ നാവിൽ നിന്നും അനാവശ്യം വീണാൽ ഇതായിരിക്കില്ല എന്നും പറഞ്ഞ് നമ്മുടെ സുമിത്ര അങ്ങ് പോവുകയും ചെയ്തു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് സിദ്ധുവാണെന്നുണ്ടെങ്കിൽ മകനോടും മരുമകളോടും അവരുടെ അച്ഛനോടും ഒക്കെ ഇരുന്ന് തനിക്ക് പറ്റിയ ആ ഒരു വലിയ ചതിയെപ്പറ്റി പറയുകയാണ്. അത് ശ്രീനിലയം തൻ്റെ കൈവിട്ടു പോകാനുണ്ടായ സാഹചര്യം. അപ്പോൾ ഈ പരമശിവം എന്ന് പറയുന്നവൻ വെറും നെറുകെട്ടവനാണെന്നും അവനെ വിശ്വസിച്ചതാണ് തനിക്ക് പറ്റിയ തെറ്റെന്നും തൻ്റെ ശ്രീനിലയം തനിക്ക് തിരിച്ചു പിടിക്കണം എന്നുള്ള കാര്യമൊക്കെ പറയുക. അന്ന് സുമിത്രയുടെ വിശാല മനസ്കത കൊണ്ടാണ് ആ ശ്രീനിലയം തനിക്ക് കിട്ടിയതെന്നും പക്ഷേ ആ ശ്രീനിലയം കാത്തു സൂക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. സുമിത്രയുടെ കൈകളിൽ ഇരുന്നപ്പോൾ അത് ഭദ്രമായിരുന്നു, എനിക്കൊരിക്കലും അത് സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സിദ്ധു ഇങ്ങനെ അതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ പറയുവാണ്. ആ ശ്രീനിലയം അനാഥമാക്കി കളഞ്ഞത് ഞാനാണ്, അതെന്ത് വില കൊടുത്തിട്ടാണെങ്കിലും എനിക്ക് തിരിച്ചു പിടിച്ചേ പറ്റൂ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ സിദ്ധു അവിടെ ഇരുന്ന് ഇവരോട് പറയുക. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സിദ്ധുവിനെ സമാധാനിപ്പിച്ചുകൊണ്ട് അവിടെ അനിരുദ്ധ് മാത്രമൊന്നും മിണ്ടുന്നില്ല. പക്ഷേ അനന്യയും അതുപോലെ തന്നെ വിശ്വനും ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർത്തൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ നമ്മുടെ സുമിത്രയുടെ കാര്യം എടുത്തിട്ടു. അപ്പോൾ സുമിത്രയുടെ കാര്യം എടുത്തിട്ട സമയത്ത് അങ്ങനെ സുമിത്ര ഇന്ന് ജീവനോടെ ഈ ഭൂമുഖത്തില്ല എന്നുള്ള സത്യം സിദ്ധുവിനോട് പറയുക. അതും സ്വരമോളും കൂടെ ചേർന്നാണ് പറയുന്നത്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് സിദ്ധു ഞെട്ടി. സിദ്ധുവിനത് വിശ്വസിക്കാൻ പറ്റിയില്ല. സുമിത്ര ജീവനോടെ ഇല്ല എന്ന് കേട്ടപ്പോൾ സിദ്ധു ആകെ തകർന്നുപോയി. അങ്ങനെ ഒരിക്കലും വരാൻ വഴിയില്ലല്ലോ. അങ്ങനെ ആകെ ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ സുമിത്രയുടെ കാര്യം പറഞ്ഞ് സിദ്ധു ഇങ്ങനെ കരയുന്ന സമയത്ത് തൻ്റെ 3 കുട്ടികളുടെ അമ്മയാണ് അവൾക്ക് ഇങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചത് ഞാൻ അറിഞ്ഞില്ലല്ലോ, ഞാൻ അവളെ ഒരിക്കലും മനസ്സിലാക്കിയിരുന്നില്ല, അവൾ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല, അവളുടെ നന്മ ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല, അവളെ എനിക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് അവളുടെ വില ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ 1000 കാര്യങ്ങൾ സിദ്ധു അവരുടെ അടുത്തിരുന്ന് ഇങ്ങനെ പറഞ്ഞു. അവളുടെ ജീവിതം ഞാനായിട്ട് തന്നെ നശിപ്പിച്ചു. അവൾക്ക് നല്ലൊരു ജീവിതമായിരുന്നു രോഹിത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്, അതും നഷ്ടപ്പെട്ടു. സുമിത്രയുടെ ജീവിതം എന്ത് കഷ്ടമായിരുന്നു. ആ രീതിയിലൊക്കെ ഇങ്ങനെ സംസാരിച്ചു. പിന്നെ സുമിത്രയ്ക്ക് പറ്റിയ ആ ഒരു കാര്യങ്ങളും പിന്നെ ആക്സിഡൻറ്റിനെ പറ്റിയും അങ്ങനെയെല്ലാം ഇവർ തമ്മിലിങ്ങനെ സംസാരിക്കുക. അപ്പോഴും ദൈവത്തിന് നിരക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അനന്യയ്ക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. കാരണം സുമിത്ര എവിടെയാണെന്നും സുമിത്ര എങ്ങനെയാണെന്നും അനന്യയ്ക്കറിയാം. അതുപോലെ തന്നെ വിശ്വനും അതിനെപ്പറ്റിയൊന്നും കൂടുതൽ സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ രണ്ടുപേരും ഇങ്ങനെ മൗനം പാലിച്ചിരിക്കുന്നു. ഈ സമയം വിഷമിക്കേണ്ട, എല്ലാം ശരിയാകും, ഒന്നിനെക്കുറിച്ച് ഓർത്തും സങ്കടപ്പെടേണ്ട എന്നും പറഞ്ഞ് ഇങ്ങനെ സമാധാനിപ്പിക്കുന്ന പോലെ ഇവരിങ്ങനെ പറയാം. അങ്ങനെ ഈ ഒരു സംസാരവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നു കേട്ടോ. എന്തായാലും അവരുടെ ജീവിതത്തിൽ ഇനി സുമിത്ര തിരിച്ചു വരില്ല എന്നുള്ള പ്രതീക്ഷയിൽ നമ്മുടെ അനിരുദ്ധും അതുപോലെ തന്നെ സിദ്ധുവും കൂടെ അങ്ങനെ ഇരിക്കുന്നു. അവരുടെ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ നടക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സുമിത്ര ഫോണെടുത്ത് മാറി അപ്പുറം പോയി നിന്നിങ്ങനെ വിളിക്കുക. അതും പൂജമോളെയാണ് വിളിക്കുന്നത്. അപ്പോൾ പൂജ ഓഫീസിൽ തിരക്കിട്ട് ജോലിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ വിളിക്കുന്ന സമയത്ത് വേഗം തന്നെ ഫോൺ എടുത്തു. ഹലോ അമ്മേ, അമ്മ എന്താ പതിവില്ലാതെ ഈ സമയത്ത് എന്നാ ഉണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചപ്പോൾ മോൾ എവിടെയാണെന്ന് ചോദിച്ചു. ഞാനും എവിടെ പോകാനാ, ഞാൻ ഓഫീസിലുണ്ടമ്മേ, എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അമ്മയെന്ന് ചോദിച്ചു. ഇന്ന് ഓഫീസ് കഴിയുമ്പോൾ മോൾ വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞു. വീട്ടിലേക്കോ ഇവിടേക്കോ? ഞാൻ എന്താ അമ്മേ കാര്യം? അതൊക്കെ വന്നിട്ട് പറയാം. ഇന്നോ നാളെയോ ഞാനും അതുപോലെ സരസ്വതി അമ്മയും ഇവിടെ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് വരും. അതെന്താ? അച്ഛമ്മയുടെ കാലൊക്കെ ശരിയായോ? അമ്മയുടെ കാല് ശരിയായാലും ഇല്ലെങ്കിലും നാളെ വീട്ടിലേക്ക് വരും എന്ന് തറപ്പിച്ചു പറയാം. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പം എന്താ അമ്മ പറ്റിയേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ അമ്മ ഇങ്ങനെ തറപ്പിച്ച് പറയാൻ കാരണം എന്ന് ചോദിച്ചപ്പം അതിനകത്തക്ക പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടായി മോളെ, അതൊന്നും ഫോണിലൂടെ പറയാൻ പറ്റുന്നതല്ല, അതൊക്കെ അമ്മ നേരിട്ട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ ഫോണിലൂടെ സംസാരിക്കുന്നത് പുറകിൽ നിന്ന് ഈ അരവിന്ദൻ ഒളിച്ച് കേൾക്കുമായിരുന്നു. അരവിന്ദൻ ഇതെല്ലാം കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അരവിന്ദന് വളരെ ഹാപ്പിയാണല്ലോ. ഇവർ തമ്മിലുള്ള ആ ഒരു പ്രശ്നങ്ങൾ കാരണമാണെങ്കിലും സുമിത്ര അവിടെ നിന്ന് പോവുകയാണെന്ന് കേട്ടപ്പം അരവിന്ദൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുക. നാശം, പോവുകയാണല്ലോ,
എങ്ങനെയെങ്കിലും പോയാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ നമ്മുടെ അരവിന്ദൻ എന്നിട്ട് ഓടി രഞ്ജിതയുടെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് രഞ്ജിതേ ദേ സുമിത്ര ഇങ്ങനെ പൂജയെ വിളിച്ച് ഫോണിലൂടെ പറഞ്ഞു എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ സുമിത്ര അങ്ങനെ പറഞ്ഞു. ആ തള്ളയുടെ കാര്യം ശരിയായാലും ഇല്ലെങ്കിലും ഇവിടെ നിന്ന് പോവുകയാണെന്നാണ് പറഞ്ഞേ. ഒരു കണക്കിന് നീയും അവളും കൂടെ വഴക്കുണ്ടാക്കിയത് നന്നായി രഞ്ജിതേ. ഇങ്ങനൊരു ഗുണം കിട്ടിയില്ലേന്ന് ചോദിച്ചു. എന്തോ ഗുണം കിട്ടാൻ? അവൾ പോയാലും പോയില്ലെങ്കിലും ഇനിയെല്ലാം ഒരുപോലെയാണ്. കാരണം കക്ഷത്തിലിരിക്കുന്നത് നമ്മുടെ തലയാണ്. ആ ഡയറി അവൾ പോകുന്നതിന് മുൻപ് അവളുടെ കൈകളിൽ നിന്ന് എടുത്തിരിക്കണം. അവളെ എല്ലായിടത്തും വിജയിച്ചു വിടാൻ സമ്മതിക്കരുത്. ഇത്രയും ദിവസം അവളാണ് എല്ലാ കാര്യത്തിലും വിജയിച്ചത്. ആ ഡയറിയെങ്കിലും ഒന്ന് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പം അതിനെടുത്തോളാം രഞ്ജിത്തെ, ഞാനത് എടുത്തോളാം എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജിതയുടെ മുന്നിൽ ഇങ്ങനെ പപ്പ അടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അരവിന്ദൻ. അങ്ങനെ രഞ്ജിത അതും പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി. രഞ്ജിത അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുവാണ്, എങ്ങനെ അതെടുക്കും. അതെടുത്തിട്ടുണ്ടെങ്കിൽ രഞ്ജിതയുടെ മുന്നിലൊന്ന് ഷോ കാണിക്കാം, അല്ലെങ്കിൽ വലിയ ആളാകാം. അതെടുക്കാൻ പറ്റിയാൽ ഒന്ന് എടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശാൻ ഇങ്ങനെ അവിടെ നിന്ന് ആലോചിക്കുന്നു. അങ്ങനെ ആലോചനയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് സുമിത്ര നേരെ സരസ്വതിയമ്മയുടെ അടുത്തേക്ക് ചെയ്യുന്നു. സരസ്വതിയമ്മയുടെ അടുത്ത് ചെന്നിട്ട് സരസ്വതിയമ്മയോട് പോകുന്നതിനെ പറ്റി പറഞ്ഞു. അപ്പോൾ ഞാനില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സരസ്വതിയമ്മ സുമിത്രയോട് പറയാം, ഇവിടെ കിടന്ന് ഈ ആട്ടും തുപ്പും കൊണ്ട് അമ്മയ്ക്ക് സമാധാനമായില്ലേ? അമ്മയുടെ മകൻ ഇവിടെ വന്നിട്ട് അയാളെ ഈ അകത്തേക്ക് പോലും ഇവരൊന്നും വിട്ടില്ല. അമ്മയ്ക്ക് അമ്മയുടെ മകനെ കാണാൻ പോലും ഒരു അവസരം കിട്ടിയില്ല. അങ്ങനെയുള്ള ഈ ഒരു സ്ഥലത്ത് ഇനി അമ്മയ്ക്ക് കഴിയണോ എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ സുമിത്ര ചോദിച്ചപ്പോൾ വേണ്ട ഞാനും വരാം എന്നും പറഞ്ഞ് സരസ്വതിയമ്മ പറയാം, എനിക്കെൻ്റെ മോനെ കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടേ അങ്ങനെ ഈ ഒരു കാര്യമെല്ലാം അവിടെ സംഭവിക്കുന്നു. ഇതേ സമയത്ത് പിന്നീട് ദീപു ഇരുന്ന് ഇങ്ങനെ കണക്ക് കൂട്ടുക. അതായത് പങ്കജ് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലോർത്ത് പങ്കജിന് കൊടുത്ത വാക്കു പാലിക്കണമല്ലോ. ഏത് രീതിയിൽ വാക്കു പാലിക്കും, എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനെയൊക്കെ ഇരുന്ന് ആലോചിക്കുക. അന്നേരം തന്നെ ഈ നമ്മുടെ അപ്പുവിൻ്റെ ഒരു ഫ്രണ്ട്, ഒരു സ്നേഹ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങളും മനസ്സിലേക്ക് വേഗം തന്നെ എന്നിട്ട് അപ്പോൾ അന്നേരം അങ്ങോട്ടേക്ക് വരുമായിരുന്നു. പെട്ടെന്ന് അപ്പുവിനെ പിടിച്ചു നിർത്തി, എടാ സ്നേഹ വിളിച്ചായിരുന്നെന്ന് പറഞ്ഞു. സ്നേഹയോ? ഏത് സ്നേഹ? അമ്പടാ, ഇത്ര പെട്ടെന്ന് നീ സ്നേഹയെ മറന്നുപോയോ? അപ്പോഴേക്കും നമ്മുടെ പൂജ അതിലെ വരുന്നത് ഈ ദീപു കണ്ടു. വേഗം ദീപു വിഷയം ഇച്ചിരി കൊഴുപ്പിച്ച് സംസാരിക്കാൻ തുടങ്ങി. വന്ന നമ്മുടെ പൂജയെ കേൾപ്പിക്കാൻ വേണ്ടി. അപ്പോൾ സ്നേഹയും അപ്പവും തമ്മിൽ എന്തോ ഒരു ഇഷ്ടത്തിലാണെന്നുള്ള രീതിയിലാണ് ആശാൻ അവിടെ സംസാരിച്ച് തുടങ്ങിയത്. അപ്പോൾ അപ്പു ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ നിൽക്കുക. ഏത് സ്നേഹ, എന്താ അച്ഛനീ പറയുന്നതെന്നൊക്കെ ചോദിച്ചു. എടാ സ്നേഹയെ നീ മറന്നുപോയോ? സ്നേഹ എത്ര തവണ എന്നെ വിളിച്ചെന്നറിയാവോ? നീ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. അവൾക്ക് 3-4 കല്യാണാലോചന വന്നായിരുന്നു. ഈ സമയത്ത് നിൻ്റെ പേരും പറഞ്ഞ് അവളത് മുടക്കി എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും ഏത് സ്നേഹയാണെന്ന് ചോദിച്ചുകൊണ്ടിങ്ങനെ നമ്മുടെ അപ്പു നിൽക്കുന്നു. തൊട്ടപ്പുറം പൂജ ഇതൊക്കെ കേട്ട് ചങ്ക് കലങ്ങി ഇങ്ങനെ നിൽക്കുന്നു. കാരണം ആകെ വിഷമമായി. കാരണം അപ്പുവേട്ടനോട് സ്നേഹം പറയാനിരിക്കുകയായിരുന്നു. ഈ സമയത്ത് വേറൊരു പെണ്ണിൻ്റെ പേരൊക്കെ എടുത്ത് വരുന്നു. എടാ നീയും പൂജയും തമ്മിൽ പിരിഞ്ഞ സമയത്തെ നിൻ്റെ ജീവിതത്തിലേക്ക് യാദൃശികമായിട്ട് വന്ന ആ സ്നേഹയില്ലേ, ആ സ്നേഹയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആ സ്നേഹയ്ക്ക് ഇപ്പോൾ നിന്നോട് ഭയങ്കര ഇഷ്ടമാണെന്ന്, നീയുമായിട്ടുള്ള വിവാഹത്തിന് താല്പര്യമാണെന്നൊക്കെയാണ് പറയുന്നത്. നിനക്ക് വേണ്ടി വന്ന വിവാഹാലോചനകളൊക്കെ മുടക്കി നിന്നെ മാത്രം വിചാരിച്ച് ഇപ്പോൾ ആ പെൺകുട്ടി വീട്ടിലിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അച്ഛൻ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് അന്നേരം അപ്പോൾ ചോദിക്കാം. അപ്പോൾ ഇതെല്ലാം പൂജ കേട്ടു എന്ന് ദീപുവിന് മനസ്സിലായി. പൂജ നേരം കരഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് അങ്ങ് പോയി. കരഞ്ഞുകൊണ്ട് പോണ പൂജയെ കണ്ടപ്പോൾ ദീപുവിന് മനസ്സിലായി പറഞ്ഞത് ഏറ്റിട്ടുണ്ടെന്ന്. എന്തായാലും പങ്കജിന് കൊടുത്ത വാക്കു പാലിക്കാൻ ഇനി അധികം കഷ്ടപ്പെടേണ്ടി വരില്ല എന്നുള്ള കാര്യം ദീപുവിന് മനസ്സിലായി. ദീപു ഇങ്ങനെ എന്നിട്ട് അവിടെ ആ ഒരു ഇതിൽ ഇങ്ങനെ സന്തോഷത്തിൽ നിൽക്കുക. അച്ഛൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്, എന്താ അനാവശ്യം ഈ പറയുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പു അന്നേരം ചോദിച്ചു. അപ്പോൾ അപ്പു പൂജ വന്ന് നിൽക്കുന്നത് കണ്ടില്ല കേട്ടോ. അപ്പോൾ സ്നേഹയെ, ഏത് സ്നേഹ? എടാ മോനെ, അപ്പോൾ നിൻ്റെ കാര്യമല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ കിടന്ന് ഉരുണ്ട് കളിക്കുക. അയ്യോടെ മക്കളെ, അച്ഛന് തെറ്റിപ്പോയതാണെന്നൊക്കെ പറഞ്ഞു. അച്ഛൻ്റെ ഒരു കാര്യം, ഇതിപ്പോൾ അവളെങ്ങാനും കേട്ടിരുന്നെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന അവസ്ഥ എന്തായിരുന്നെന്ന് അച്ഛനെ ഊഹിച്ചുകൂടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പോൾ ഇങ്ങനെ പൂജയെക്കുറിച്ച് പറയാം. അവളെപ്പോഴേ കേൾക്കേണ്ടതൊക്കെ കേട്ടടാ മക്കളെ, നിൻ്റെ ജീവിതത്തിൽ ഇനി അവൾ ഉണ്ടാകുമോയെന്ന് പോലും അറിയില്ല. നീ അച്ഛനോട് ക്ഷമിക്കടാ എന്നൊക്കെ മനസ്സുകൊണ്ട് ദീപു ഇങ്ങനെ മകൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ പറയാം. എന്നിട്ട് അച്ഛനോട് ദേഷ്യപ്പെട്ടിട്ട് അപ്പോൾ അങ്ങ് കയറിപ്പോയിട്ടോ. അങ്ങനെ ആ ഒരു സംസാരം കൊണ്ട് നമ്മുടെ അപ്പുവിൻ്റെയും അതുപോലെ പൂജയുടെയും ബന്ധം ഈ ദീപു തകർത്തു.
എന്നിട്ട് പൂജ ഇങ്ങനെ മുറിയിൽ പോയിരുന്ന് ആകെ വിഷമിച്ച് കരയുക. ഇനി പൂജയ്ക്ക് അവിടെ നിൽക്കണമെന്ന് പോലുമില്ല, എത്രയും പെട്ടെന്ന് സ്വന്തം വീട്ടിലേക്ക് പോകണമെന്ന് മാത്രമേ ഉള്ളൂ. സുമിത്ര വിളിച്ചതുമാണല്ലോ, അപ്പോൾ പിന്നെ പോയേ പറ്റുള്ളൂ. അങ്ങനെ പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ പൂജ നോക്കുന്നു. അങ്ങനെ പൂജ ആകെ മനസ്സ് തകർന്നിരിക്കുന്നു. ഈ സമയത്ത് ശ്രീനിലയം തിരിച്ചു പിടിക്കാനായിട്ടുള്ള സിദ്ധുവിൻ്റെ പോരാട്ടം തുടരാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ എല്ലാം അവസാനിപ്പിച്ച് രഞ്ജിതയുടെ വീട്ടിൽ നിന്നും സുമിത്ര പടിയിറങ്ങുമ്പോൾ രഞ്ജിതയുടെ സ്വത്തിൻ്റെ പാതിയായിട്ടേ നമ്മുടെ സുമിത്ര പോരുകയുള്ളൂ. കാരണം ആ ഡയറി സുമിത്രയുടെ കൈകളിലാണ്. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്നതെല്ലാം രഞ്ജിതയ്ക്ക് അത്ര നല്ല കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.